نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം നാം ഏവരെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെയും മുത്ത് നബിയുടെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ കൃത്യമായി പിന്തുടർന്നുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാവുകയെന്ന് കഴിഞ്ഞ ആഴ്ച കൃത്യമായി നാം മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, പരലോകത്ത് ആ പ്രവാചകനോടൊപ്പം കഴിയാനുള്ള സൗഭാഗ്യവും പരലോകത്തെ മോക്ഷവും പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടല്ലാതെ സാധ്യമാവുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ച കേട്ട ആയത്ത് ഒരിക്കൽ കൂടി നാം കേൾക്കണം. വമൻ യുതിഇർ റസൂല വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. ആര് അല്ലാഹുവിനെ അനുസരിച്ചു, ആര് റസൂലിനെ അനുസരിച്ചു, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. മിനൻ നബിയീൻ, അമ്പിയാക്കളോടൊപ്പം. അപ്പൊ ദുനിയാവിലെ കാര്യമില്ല എന്ന് മനസ്സിലായി. അനേകം അമ്പിയാക്കളെല്ലാം വഫാത്തായി പോയല്ലോ. പരലോകത്ത് അമ്പിയാക്കളോടൊപ്പമായിരിക്കും. വസ്സുദ്ദീഖീൻ, അമ്പിയാക്കളെ സത്യപ്പെടുത്തിക്കൊണ്ട് സഹായികളായി കൂടെ നിന്നവരുടെ കൂടെയായിരിക്കും. വശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരോടൊപ്പമായിരിക്കും. വസ്വാലിഹീൻ, സജ്ജനങ്ങളോടൊപ്പമായിരിക്കും അവർ. വഹസുന ഉലൈക റഫീക, ഏറ്റവും ഉത്തമ കൂട്ടുകാർ അവർ തന്നെയല്ലേ. അള്ളാഹു പറയുന്നു, നമ്മെയും ആ സൗഭാഗ്യം നേടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത് ഇത് ജീവിതത്തിൽ പാലിച്ചു. പ്രവാചകനോടൊപ്പം ജീവിച്ചവർ പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അപ്പടി പാലിച്ചുകൊണ്ട് അവർക്ക് നമ്മളെക്കാൾ അധികമായി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായി.
ഒപ്പം ജീവിക്കല്ലേ, പ്രവാചകനെ കാണാൻ, പ്രവാചകന് ഖിദ്മത്ത് ചെയ്യാൻ. അതിനെല്ലാം പ്രവാചകനെ ശത്രുക്കളിൽ നിന്ന് തടയാൻ, പ്രവാചകൻ എന്തെങ്കിലും പ്രയാസത്തിൽ സഹായിക്കാൻ, അതിനൊക്കെ അവർക്ക് കഴിയുമായിരുന്നു. 1450 കൊല്ലം പിറകിലാണ് നമ്മൾ. റബ്ബിന്റെ കാരുണ്യം നോക്കിയ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആ റബ്ബിന്റെ കാരുണ്യം നോക്കിയ. ഖിയാമത്ത് നാൾ വരെ ഉള്ളവർക്കും ആ മോക്ഷം നേടാൻ വഴി പറഞ്ഞുതരാ. നമുക്ക് കാണാൻ പറ്റൂല, ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ പറ്റൂല, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ആ കാലം കഴിഞ്ഞു പോയി. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടാനാണ്. ആര് അല്ലാഹുവിനനുസരിച്ചോ റസൂലിനനുസരിച്ചോ. നോക്കിയ ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലാവർക്കും പറ്റൂല. സ്ഥലം പ്രശ്നമല്ല, നൂറ്റാണ്ട് പ്രശ്നമല്ല. ആര് അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് പാലിക്കണമെങ്കിൽ അറിയണമല്ലോ പ്രിയപ്പെട്ടവരെ. പ്രവാചകന്റെ കൽപ്പനകൾ എന്താണെന്ന് അറിയേണ്ടതുണ്ടല്ലോ. അള്ളാഹിന്റെ കൽപ്പനയും പ്രവാചകന്റെ കൽപ്പനയും അറിയണം. 1. 2, അത് പിൻപറ്റണം. അതിന് വിരുദ്ധമായത് ഒഴിവാക്കണം. തിരി പ്രയാസമുള്ള കാര്യമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഏതൊരു സമൂഹത്തിനും സംഭവിക്കുന്ന ഈമാനിക ദൗർബല്യം നമ്മുടെ സമുദായത്തെ ബാധിച്ചപ്പോൾ ത്യാഗം ചെയ്യാൻ തയ്യാറില്ലാത്ത, പരലോകരക്ഷയ്ക്ക് വേണ്ടി ദുനിയാവിൽ ത്യാഗം ചെയ്യാൻ തയ്യാറില്ലാത്ത, ജീവിത സുഖങ്ങളിൽ അഭിരമിക്കുന്ന ഒരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എളുപ്പമാർഗത്തിൽ പ്രവാചക സ്നേഹം നടക്കുമോ എന്ന് അവരാലോചിച്ചു. സൂത്രപ്പണിയിലൂടെ നബിയെ സ്നേഹിക്കാൻ പറ്റുന്ന വല്ല വഴിയുണ്ടോ? ആ ചിന്തയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ജനിച്ചു എന്ന് പറയുന്ന ദിവസം ജന്മദിനമായി ആഘോഷിക്കുന്നത്. ഇന്ന് അത് നമ്മുടെ നാട്ടിലൊക്കെ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചക ജന്മദിനമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ പോലും ചെയ്യാത്തവർ, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കാത്തവർ, അവരൊക്കെ അന്ന് ആ ആഘോഷ റാലികളിലും മൗലിദുകളിലും പങ്കെടുത്താൽ ഒത്ത മുസ്ലിമായി എന്ന് കരുതപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളെ അനുഷ്ഠിക്കാതെ അള്ളാഹു നിഷിദ്ധമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, പ്രവാചക ചര്യയെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നവർ, ബിദ്അത്തിൽ മുഴുകിയവർ, ആ ദിവസം നബിയുടെ ജന്മദിന ദിവസം റാലികളിലും പായസ വിതരണത്തിലും മൗലിദിലുമൊക്കെ പങ്കെടുത്താൽ ഒന്നാം തരം മുസ്ലിമായി എന്നൊരു ധാരണ പുരോഹിതന്മാരുണ്ടാക്കി കൊടുത്തതാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഉണ്ടാക്കി കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഈ പുരോഹിതന്മാർ അള്ളാനെ പേടിയില്ലേ? 2 പെരുന്നാളുകളെക്കാൾ ആഘോഷമാകുന്നു നബിദിനം എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, അച്ചടിച്ച ലഘുലേഖകളും നോട്ടീസുകളും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്നു. പെരുന്നാൾ നിശ്ചയിച്ചതെന്ന് ആരാ? റസൂല് പോലുമല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് 2 ആഘോഷ ദിനങ്ങൾ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും റസൂലുള്ളാഹി ഉണ്ടാക്കി തരല്ല, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ചു തന്ന 2 ആഘോഷങ്ങളാണ് പെരുന്നാളുകൾ. ഒരു പ്രയാസവും ഇല്ല പറയാൻ, പേടിയില്ല. എന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാകുന്നു എന്ന് ആ നോട്ടീസിൽ തന്നെ അടിച്ചിരിക്കുന്നു. നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. ലൈലത്തുൽ ഖദർ എങ്ങനെ കിട്ടിയതാ? അള്ളാഹു അതിനെ കുറിച്ച് ഒരു സൂറത്തിന് നിങ്ങൾക്കൊക്കെ മനപ്പാടുണ്ടല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അള്ളാഹ് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചതും നമുക്ക് പുണ്യം നേടാനുള്ള വഴിയാക്കി തന്നതുമല്ലേ? ഒരു ഉളുപ്പുമില്ലാതെ എന്തൊരു ധാർഷ്ട്യമാണ്! അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ദിവസത്തെ
അള്ളാഹ് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ച ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയാൻ ഒരു പേടിയും അവർക്കില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ആരാധനയോ ആചാരമോ ആഘോഷമോ നല്ലതാണെന്ന് ഒരാൾക്ക് വാദിച്ചാൽ അള്ളാഹുവിൻ റസൂൽ കള്ളനാകുന്നു എന്ന് വാദിക്കുന്നതിന് തുല്യമാകുന്നു. കാരണം ആ ദീൻകാര്യം നബി പറയാതെ പോയില്ലേ, മറച്ചു വെച്ചില്ലേ എന്നാ. മുഅ്മിനീങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും അള്ളാഹു റസൂൽ മറച്ചു വെച്ചിട്ടില്ലല്ലോ. മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യവും നമ്മോട് വിലക്കാതെയും പോയിട്ടില്ലല്ലോ. ഉറപ്പല്ലേ നമുക്ക്? അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടല്ലേ പോയത്. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ തടുക്കാൻ പഠിപ്പിച്ച റസൂൽ. ഒരു കാരക്കയുടെ ഒരു ചീള് അതുകൊണ്ടെങ്കിൽ നിങ്ങൾ നരകത്തെ തടുക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ, രണ്ട് പെരുന്നാളിനേക്കാൾ ആഘോഷമായ ഒരു ദിവസത്തെ കുറിച്ച് മിണ്ടാതെ പോയത് എന്ത്? ആലോചിച്ചൂടെ? ഇരുന്നോടത്തിരുന്ന് ആലോചിച്ചൂടെ നിങ്ങൾക്ക്? ഒരു നിസ്സാര കാര്യം പോലും പുണ്യം കിട്ടുന്നത് മറച്ചു പിടിക്കാത്ത റസൂൽ. ഇത്രയും വലിയ സംഭവമാണെങ്കിൽ അത് റസൂലുള്ള പറയില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം പുണ്യമുണ്ട് എന്ന് കരുതി ചെയ്താലും അത് പാഴ്വേലയാകുന്നു എന്നാണ് അള്ളാഹ് തന്നെ നമ്മളോട് പറയുന്നത്. നബിയെ അവരോട് പറയൂ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഏറ്റവും നഷ്ടം പറ്റിയ അമല് ഏതാണെന്ന്? ഏറ്റവും നഷ്ടം സംഭവിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നിങ്ങളിത് ഓതാറുണ്ട് അൽ കഹ്ഫിൽ വെള്ളിയാഴ്ച. അല്ലദീന വല്ല സഅയഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ വെച്ച് തന്നെ പാഴായി പോകും അത്തരം കർമ്മങ്ങൾ. അതിനേക്കാൾ അപകടമല്ല വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അത് ചെയ്യുന്നവർ ധരിക്കുന്നത് ഞങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാകുന്നു എന്ന് ധരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. പക്ഷേ അങ്ങടെത്തൂല, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല, ഇവിടെ വെച്ച് തന്നെ പാഴായി പോകും. എന്ന് മാത്രമല്ല, പ്രവാചകനെ ധിക്കരിച്ചതിനാൽ, റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയതിനാൽ നരകമാണ് പ്രതിഫലം കൊടുക്കുക എന്നാണ് തുടർന്നു വരുന്ന ആയത്തിൽ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എത്ര പുണ്യമുണ്ട് എത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാലും അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം, സഹാബത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഗതി, പുണ്യമുണ്ട് എന്ന് ഇപ്പൊ 1450 കൊല്ലത്തിനിപ്പുറം ആളുകൾ പാവങ്ങളെ, അറിവില്ലാത്ത പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചൂഷണമാർഗമാക്കുകയാണ് ഈ ജന്മദിനാഘോഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇനി ആയത്തും ഹദീസും ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. റസൂൽ ആയതിനു ശേഷം 23 റബീഉൽ അവ്വൽ 12 കഴിഞ്ഞുപോയി പ്രവാചകന്റെ ജീവിതത്തിൽ. 23 കൊല്ലമാണ് റസൂലായി ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിവസം വരുമ്പോ ഒന്ന് പറയണ്ടേ റസൂല്? പറയണ്ടേ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിപാടി ഇതാണ്, അതിന്റെ കൊടി ഉയർത്തേണ്ട ഇത്ര ദിവസം മുമ്പാണ്. പേപ്പറിലൊക്കെ വായിക്കില്ല നിങ്ങള്, കൊടി ഉയർന്നു പലയിടത്തും. നബി എന്ത് കൊടിയാ ഉയർത്തിയിരുന്നത്? നിറം എന്തായിരുന്നു ആ കൊടിയുടെ? 6000 ചില്ലാനം ആയത്ത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഞാൻ ഓതി നോക്കി. നിങ്ങൾ ഓതിയിട്ടുണ്ടാവും. അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ഓതി നോക്കി ഞാൻ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും. ഒരായത്തിൽ പോലും നബിയുടെ ജന്മദിനത്തെ കുറിച്ചോ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചോ ആയത്തിന്റെ ഒരു കഷ്ണം പോലുമില്ല. ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷമാക്കാൻ, ആചരിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. സഹാബത്ത് പ്രവാചകനെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയതാ.
ഹിജറ 100 വരെ സഹാബത്ത് ജീവിച്ചു. ഹിജറ 100 വരെ സഹാബത്ത് ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 90 ചില്ലാനം കൊല്ലം ജീവിച്ചു. ഒരാളും അങ്ങനെ ഒരു സംഭവം, ഒരു അഫർ ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരിക്കും സ്നേഹിച്ചത് അവരാണെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ കുത്തുവേല നമ്മൾ മനസ്സിലാക്കിയാണ്. ചെയ്തിട്ടില്ല. നബിയുടെ ഭാര്യമാര് തന്നെ വഫാത്തിന് ശേഷം എത്രയോ കാലം ജീവിച്ചു. അവരും ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ 12 കുറിച്ച് അവർക്കറിയില്ല. അവർക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോ അല്ലാഹ് നിർദ്ദേശിച്ചില്ല, റസൂലുള്ള നിർദ്ദേശിച്ചില്ല, സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായില്ല. താബിഉകൾ അവരിങ്ങനെ ഒരു ജന്മദിനം മീലാദുൽ ഷരീഫ് ആഘോഷിച്ചിട്ടില്ല. അതിന് പിന്നെ വന്ന 100 കൊല്ലത്താളുകൾ തബഉ താബീങ്ങൾ, അവർക്കും അറിയില്ല ഇങ്ങനൊരു ദിനത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുമ്പിൽ വായിട്ടലക്കാറില്ലേ? ഖുർആൻ ഹദീസൊന്നും നമുക്ക് മനസ്സിലാവൂല. ഏതെങ്കിലും മദ്ഹബ് സ്വീകരിക്കണം, 4 ഒരു മദ്ഹബ്, ഇന്ന മദ്ഹബ് എന്ന് വാശിയൊന്നുമില്ല. ഷാഫിയായാലും വിരോധമില്ല, ഹനഫിയായാലും വിരോധമില്ല, മാലിക്കിയായാലും വിരോധമില്ല, അതുപോലെ ഹംബലി ആയിരുന്നാലും വിരോധമില്ല. 4 ഒരു മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ മുസ്ലിം ആവില്ല എന്നാ എഴുതി വെച്ചിരിക്കണേ. ഈ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ നബിദിനത്തെ കുറിച്ച് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഇസ്ലാമിലെ മുഴുവൻ കർമ്മശാസ്ത്രങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, എല്ലാത്തിനെ കുറിച്ച്, പെരുന്നാളിനെ കുറിച്ച്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഇസ്ലാമിൽ ഒരു മുസ്ലിം ചെയ്യേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇമാം ഷാഫി അടക്കമുള്ളവർ, അദ്ദേഹത്തിന് ഉമ്മെന്ന് പറഞ്ഞിട്ടൊരു കിതാബ് അതിന് തന്നെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബ്, ശിഷ്യന്മാരെ എഴുതിയതല്ല. ഈ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കും നബിയുടെ ജന്മദിനം അറിയില്ല, ഒരക്ഷരം അതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്നതിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. നേരത്തെ കുളിച്ച് നേരത്തെ ഈദ്ഗാഹിലേക്ക് പോകുന്നതിന്റെ പുണ്യം അവര് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ തക്ബീർ ചൊല്ലുന്നതിനെ കുറിച്ച് അവര് പറയുന്നുണ്ട്. ആ ഈദ്ഗാഹിലേക്ക് പോന്ന തിരിച്ചു പോരുമ്പോ വേറെ വഴിക്ക് പോകാൻ വീട്ടിലേക്ക്. നമ്മ ഈദ്ഗാഹിലേക്ക് വന്ന വഴിയില്ല, വീട്ടിൽ നിന്ന് പുതിയൊരു വഴിയിൽ കൂടെ തിരിച്ചു പോകാൻ അതുവരെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ 12 ജന്മദിനവും മീലാദുൽ ഷരീഫും അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതിന് ശേഷം വന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഒന്ന് കേട്ടു നോക്കൂ. എല്ലാ വായതിലും ഇമാം സുയൂത്തി തങ്ങൾ, ഇമാം സുയൂത്തി തങ്ങൾ എന്ന് പറയോല പണ്ഡിതന്മാര്. ആ സുയൂത്തി ഇമാമിന്റെ അൽ ഹാവിയിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ ഷാഫി മദ്ഹബുകാരനായ ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നു, അസ്ലുൽ മൗലിദി ബിദ്അത്തുൻ, ഈ മൗലിദാഘോഷം ബിദ്അത്താകുന്നു. ഷാഫി മദ്ഹബുകാരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഷാഫികൾ എന്നാ പറയുന്നത്. ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹം. എന്നിട്ട് ലം തുങ്കൽ അൻ അഹദി മിനസ് സലഫി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിലെ സലഫ് സാലിഹീങ്ങളിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമായിട്ട് പറയാണ്. പിന്നെ എന്നാ വന്നത്? എത്രയോ കൊല്ലങ്ങൾക്ക് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങളെ ശരിയായ ആദർശത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ചില ഭരണകർത്താക്കൾ പൗരന്മാരെ സന്തോഷിപ്പിക്കാനായി ആടുകളെ അറുത്ത് കോടികളെ അറുത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ ദുശ്ചെയ്തികൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അത് ഇന്നും തുടരുന്നുണ്ട്. ഇന്നത്തെ കാലത്തുണ്ട്. എന്തെങ്കിലും ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ ജനശ്രദ്ധ വന്നാൽ വേറെ വിഷയം ഇട്ടിട്ട് ശ്രദ്ധ തിരിക്കുന്ന ഏർപ്പാടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസും ആയത്തും നോക്കാണ്ട് അറിയാം. നിങ്ങൾ മുമ്പ് പോയിരുന്ന മഹല്ല് പള്ളികളില്ലേ ജുമാക്ക്, ഇവിടെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പല മഹല്ല് പള്ളിയിലല്ലേ ജുമാക്ക് പോയത്? വെള്ളിയാഴ്ച അവിടെ ഒരു മിമ്പറില്ലെന്ന് പ്രസംഗിക്കല്ല, ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ്
ഇബ്നു നുബാത്തത്തിൽ മിസ്രി പണ്ഡിതനായ ഇബ്നു നുബാത്തത്തിന്റെ ഒരു വർഷം നടത്തിയ ഖുതുബ അച്ചടിച്ചിട്ട് ആ ഖത്തീബ് വായിക്കുകയാണ് വെള്ളിയാഴ്ച. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത്. ഒരു കൊല്ലത്തെ ഖുതുബ ആ കിതാബിലുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ രീതി. മുഹറം 1-ാം വെള്ളി, മുഹറം 2-ാം വെള്ളി, ഇങ്ങനെ സഫർ 1-ാം വെള്ളി, 2-ാം വെള്ളി, 3-4-ാം വെള്ളി, റബിയുൽ അവ്വൽ 1-ാം വെള്ളി, 2-ാം വെള്ളി, അങ്ങനെയാണ് ആ ഖുതുബ. അപ്പൊ 1-ാം വെള്ളി ആണെങ്കിൽ ഇവിടുത്തെ ഖത്തീബ് അന്നത്തെ ആ കിതാബിലുള്ള 1-ാം വെള്ളിയുടെ ഖുതുബ വായിക്കുകയാണ്, പ്രസംഗിക്കല്ലോ. ഇബ്നു ബാത്തുൽ മിസ്രി നല്ല പണ്ഡിതനും ഖത്തീബുമായിരുന്നു. ഷാഫി മദ്ഹബുകാരനുമാണ്. ഹിജറ 600-ലാണ് അദ്ദേഹം ഈജിപ്തിലെ ഖത്തീബായിരുന്നു. ഹിജറ 600-ൽ ആ ഖുതുബയിൽ ഞാനത് വാങ്ങി. ആ ഖുതുബ നോക്കാൻ വേണ്ടി തന്നെ. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. ആമിന പുസ്തകങ്ങളെ ഒരു പരിഭാഷ അടക്കം അടിച്ചു വെക്കുന്നുണ്ടല്ലോ തൃശ്ശൂർ ആമിന പുസ്തകം. ഞാൻ വായിച്ചു നോക്കി. റബീഉൽ അവ്വൽ 1-ാം വെള്ളി. അതിലെ വിഷയം എന്താണെന്നറിയോ? വഫാത്തുർ റസൂൽ, നബിയുടെ വഫാത്തിനെ കുറിച്ച്. തമ്പുരാൻ അതിന്റെ അർത്ഥം ഞാൻ അറിഞ്ഞാൽ നമുക്ക് അറിഞ്ഞു പോകും. 2-ാം വെള്ളിയുടെ വിഷയം എന്താ? 12-ന് മുമ്പ് 2-ാം വെള്ളി ഉണ്ടാവും. വഫാത്തുർ റസൂൽ തുടർച്ച. 3-ാം വെള്ളി മഹ്ശറ, 4-ാം വെള്ളി പരലോകം. നബി ജനിച്ചതിനെ കുറിച്ചോ നബിദിനത്തെ കുറിച്ചോ ഹിജറ 600-ലെ ഖത്തീബ് ഇല്ല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അപ്പോ ഇത് ബിദ്അത്താണ്, പുണ്യം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം ദീനിൽ നമ്മുടെ വക ആചാരങ്ങളോ ആഘോഷങ്ങളോ ആരാധനകളോ ഉണ്ടാക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഉണ്ടാക്കപ്പെട്ടാൽ അത് നരകത്തിലേക്കുള്ള വിറകായിട്ടാണ് സ്വീകരിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ കൊല്ലവും നമ്മൾ ഈ മിമ്പറിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾക്കത് ബോധ്യം വന്നിട്ടുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ തന്നെ, അയൽവക്കത്ത് തന്നെ, സുഹൃത്തുക്കൾ തന്നെ ഇതെന്തോ മഹാസംഭവം എന്ന് ധരിച്ച ആളുകളുണ്ട്. അവരെ നിങ്ങളത് ബോധ്യപ്പെടുത്തണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മോട് കരുണ കാണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്കെല്ലാം വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്, കേൾവിയും കാഴ്ചയും തന്നിട്ടുണ്ട്. അള്ളാഹ് പറയുന്നത്, ഞാനിത് നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്യുന്നതാണ്. കുല്ലു ഉലൈക കാന മസ്ഊല. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്തിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നാളെ മറുപടി മസ്ഊല, ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളാണത്. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നബി ജനിച്ചതിനെ കുറിച്ച് ഒരായത്തിലുമില്ല, ഡേറ്റിനെ കുറിച്ചില്ല, ലക്ഷക്കണക്കിന് ഹദീസിൽ ഒരു ഹദീസിലും ഇല്ല. എന്ന് ജനിച്ചുന്നേ, ജനിക്കാണ്ട് ഇപ്പൊ നബി ഉണ്ടാവില്ല. എന്ന് ജനിച്ചു ഒരു ഹദീസിലുമില്ല. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായം നബി ജനിച്ചതിനെ കുറിച്ച്. എന്തായാലും റബീഉൽ 12-നേക്കാൾ ബലപ്പെട്ട അഭിപ്രായം റബീഉൽ അവ്വൽ 9 ചില പണ്ഡിതന്മാർ പറയുന്നത് റബീഉൽ അവ്വൽ 1 ജനിച്ചത്. ചില പണ്ഡിതന്മാർ പറയുന്നത് മുഹറം മാസത്തിലാണ് നബി ജനിച്ചതെന്ന്. ചില പണ്ഡിതന്മാർ പറയുന്നു സഫറിലാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു റമദാനിലാണ്. എന്ത് മനസ്സിലായി? അപ്പൊ ഈ നമ്മുടെ പണ്ഡിതന്മാർ ഓതുന്ന കിതാബിലുള്ള വിവരമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കൃത്യമായി ആ ദിവസം
കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ബുദ്ധി ഉണ്ടോന്ന് ആലോചിച്ചേ. നബിയുടെ കാലം മുതൽ, സഹാബത്തിന്റെ കാലം മുതൽ ഇത് ആഘോഷമായിരുന്നെങ്കിൽ ആ ഡേറ്റ് കൃത്യമായി കിട്ടുമായിരുന്നല്ലോ. ബലിപെരുന്നാൾ എന്ന് എന്ത് തർക്കമുണ്ടോ? ഹജ്ജ് എന്നാണെന്ന് തർക്കമുണ്ടോ? നോമ്പ് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുമെന്നതിനെ കുറിച്ച് തർക്കമുണ്ടോ? ചെറിയ പെരുന്നാൾ എന്നാണെന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ അതേ ഡേറ്റിൽ ഇങ്ങനെ വരുന്നു. ഇതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. പക്ഷേ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാകുന്നു. വളരെ ഗൗരവമായി ചിന്തിക്കണം എന്റെ സഹോദരങ്ങൾ. റാലി നടത്തുമ്പേ, ബൾബ് കത്തിക്കുമ്പോഴേ, ബലൂൺ വീർപ്പിക്കുമ്പോഴേ, പായസ വിതരണം, ലഡു വിതരണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിനമാകുന്നു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, സഫർ മാസം അവസാനം, ഹിജറ 11-ാം കൊല്ലം സഫർ മാസം അവസാനം 28-നോ 29-നോ പ്രവാചകന് പനി ആരംഭിച്ചു. ഒരു മയ്യത്ത് മറയത് വന്നതാ. ഒരു ചെറിയ തലവേദന പോലെ പനിയും തുടങ്ങി. അസുഖം ആരംഭിച്ചു. റബീഉൽ അവ്വൽ ആദ്യ ആഴ്ച ആയപ്പോഴേക്കും കൂടിക്കൂടി വന്നു രോഗം. പ്രവാചകന്റെ ആഗ്രഹമനുസരിച്ച് മറ്റു ഭാര്യമാരെല്ലാം സമ്മതിച്ചു. ആയിഷയുടെ വീട്ടിൽ, പള്ളിയോട് ചേർന്ന മുറി, ആയിഷയുടെ വീട്ടിൽ എനിക്ക് കഴിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വിരോധം ഉണ്ടോന്നാ. ആ സമയത്ത് പോലും ഭാര്യമാരോട് നീതി പുലർത്തുകയാണ്. നോക്കിയേ, രോഗം മൂർച്ഛിച്ച് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും ഭാര്യമാരോട് ചോദിക്കാണ്, നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്ക് ആയിഷയുടെ വീട്ടിൽ കഴിയണമെന്നുണ്ട്. എല്ലാവരും ഒരുപോലെ സമ്മതിച്ചു. ഈ സമയത്ത് ഇപ്പൊ അവർക്ക് ഈ വാശിണ്ടാ. അങ്ങനെ ആയിഷയുടെ വീട്ടിലായി. ഓരോ ദിവസവും രോഗം മൂർച്ഛിച്ചു. മരിക്കാൻ 3 ദിവസമുള്ളപ്പോൾ പ്രവാചകന്റെ ചുണ്ട് മന്ത്രിച്ചു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു ജൂതന്മാരെയും നസാറാക്കളെയും ശപിക്കട്ടെ. അവരവരുടെ മഹാന്മാരെ, അമ്പിയാക്കളുടെ ഖബറുകളെ ജാറങ്ങളാക്കി മാറ്റി. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നത്? ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. കാരണം അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും ഖബറുകളെ ജാറങ്ങൾ പണിതു അതിന്റെ മീതെ. അതുകൊണ്ട് അല്ലാഹു ശപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി സമയത്ത് നബിക്കൊരാശ്വാസം. 4 ദിവസമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമുക്കുന്ന നബിക്ക് വരാൻ പറ്റാണ്ട്. ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹ് മുറിയുടെ വിരി ഒന്ന് മാറ്റി അങ്ങോട്ട് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയുടെ കാര്യമാണ് ഈ പറയണത്. പ്രവാചകൻ പുഞ്ചിരിച്ചു. എന്താണ് ഈ കാണുന്നത്? പള്ളി നിറച്ച് ഞാൻ ഖുർആൻ ഓതി പഠിപ്പിച്ച, ഇസ്ലാം ഉൾക്കൊണ്ട, ഖുർആനിന്റെ പരിഭാഷകളെന്നോണം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത്. അതിന്റെ ആനന്ദം. അള്ളാഹുവിനിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നഷ്ടമായിട്ടില്ല എന്ന ബോധ്യത്തിൽ പുഞ്ചിരിച്ചു. ഹദീസിൽ പറയുന്നതാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് പോകാൻ വിചാരിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാണ്. അപ്പൊ നബി ഇമാമും നോട്ടെ എന്ന് വിചാരിച്ചു. നബി ആംഗ്യം കാണിച്ചു അബൂബക്കർ തന്നെ നിൽക്കാൻ. എന്താണ് സഹാബികൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്ത്? ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ഞങ്ങളുടെ നിസ്കാരം താറുമാറാകുമോ എന്ന്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടാൽ അങ്ങോട്ട് നോക്കുകയല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇവിടെ ഇഖാമത്ത് കൊടുത്തു, നിസ്കാരത്തിന് പോട്ടെ, റസൂൽ ഇങ്ങനെ നിൽക്കല്ലേ, ഞങ്ങളെ നിസ്കാരം ഫിത്നയാകുമോ എന്ന് ഭയപ്പെട്ടു. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തുനിന്ന് കണ്ണു നീക്കാൻ പറ്റുന്നില്ല. റസൂൽ മനസ്സിലാക്കി വിധി നീർത്തിയിട്ടു റൂമിലേക്ക് മടങ്ങി. അന്നൊരാശ്വാസം കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. കുറച്ച് ദിവസമായിട്ട് നബിയുടെ അടുത്ത് നിന്ന് നീങ്ങാൻ പറ്റാണ്ട് നിൽക്കായിരുന്നു. എന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയി.
ളുഹാ സമയം കഴിഞ്ഞ സമയത്ത് ഒരു പ്രാർത്ഥന റസൂലിന്റെ, ആയിഷ ഫാത്തിമ ഒക്കെ കേൾക്കുക. ആയിഷയുടെ മടിയിലാ കിടക്കുന്നത്. എന്താ നബി പതുക്കെ അവർ കാതോർത്തു. റബ്ബേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ഖബറാരാധന വിഗ്രഹാരാധനക്ക് തുല്യമാണെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് സമുദായത്തെ. എന്റെ ഖബർ ഉത്സവപ്പറമ്പാക്കല്ല റബ്ബേ. ഈ സമുദായത്തിനുള്ള മുന്നറിയിപ്പ്, താക്കീത്. വഫാത്തായി. ഹദീസുകളിൽ പറയുന്നത് മദീന ഇരുണ്ടുപോയി എന്നാണ്, ദുഃഖഭാരത്താൽ. റബീഉൽ അവ്വൽ 12 മദീന ഇരുട്ടിലായ പോലെ സഹാബത്ത് ദുഃഖഭാരത്താൽ പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. പ്രവാചകനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ഉമർ ഖത്താബിന് ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ വന്നു. ആളുകൾ വിഷമായി, നബി മരിച്ചു കിടക്കണ്, ആ വിഷമം. അപ്പോഴാണ് ഉമർ ഖത്താബ് വാള് പിടിച്ചിട്ട് പറയാ, നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്യും. അപ്പോഴാണ് പുറത്തുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നത്. ഉമറിന്റെ ഈ അവസ്ഥ കണ്ടു, ജനങ്ങളുടെ വിഷമം കണ്ടു. നേരെ മകൾ ആയിഷയുടെ മുറിയിലേക്ക് കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് ആ വിരിപ്പൊന്ന് നീക്കി നെറ്റിത്തടത്തിൽ ചുംബിച്ചു. പുറത്തേക്ക് വന്നു. ആദ്യമായി പ്രവാചകന്റെ മിമ്പറിൽ കയറുന്നു. ആദ്യം പറഞ്ഞു, ഉമറേ ഇരിക്കണം, ഉമറേ ഇരിക്കണം. ഇരിക്കുന്നില്ല, ഒരാൾ പിടിച്ചാലും കിട്ടൂല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആൽ ഇംറാനിലെ ആയത്ത് തോന്നുന്നത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്രിഹി റുസുൽ അഫഇമ്മാ തഅ ഖുതില ഇൻഖലബ്തും അലാ അഖാബിക്കും. മുഹമ്മദ്, അല്ലാഹ് പറഞ്ഞത് മുഹമ്മദ് ഒരു റസൂല് മാത്രമാണ്. അതിനു മുമ്പ് അനേകം റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് മരിക്കുകയോ കൊല്ലപ്പെടുകയോ, കാരണം കൊല്ലപ്പെട്ട റസൂലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, നബിമാര്. മരിച്ച നബിമാരും കൊല്ലപ്പെട്ട നബിമാരും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഖലബ്തുമല, നിങ്ങൾ എവിടേക്കാ പിന്തിരിഞ്ഞു പോകുന്നത്? ഈ ആയത്ത് ഉമർ ഖത്താബിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. ഒരു വെളിച്ചം കിട്ടി. അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നബി മരിക്കുന്നു. ഉമർ ഖത്താബ് പിന്നീട് അതിനെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ആദ്യമായി കേൾക്കുന്ന ആയത്ത് പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഈ ആയത്ത് ഉമർ ഖത്താബിനും അറിയാം. പക്ഷെ അപ്പോൾ ആദ്യമായി കേട്ട പോലെ എനിക്ക് തോന്നി എന്നതാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, റസൂലിന്റെ വഫാത്തിന് ശേഷം എന്റെ ഭാര്യ, അതായത് റസൂലിന്റെ മകൾ ഫാത്തിമ, ചിരിച്ചിട്ടേ ഇല്ല, മരിക്കുന്നത് വരെ ചിരിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല, ഭർത്താവിന് പോലും ചിരിച്ചിട്ടില്ല. അത്ര ദുഃഖമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അന്ന് ഹിജറ 11 റബീഉൽ അവ്വൽ 12 അന്ന് നബി വഫാത്തായെന്ന് ആഘോഷമാക്കിയ 2 കൂട്ടരുണ്ടായിരുന്നു ലോകത്ത്, ജൂതന്മാരും മുനാഫിക്കുകളും. അവർക്കതിൽ പരം സന്തോഷം. ആ നബി വഫാത്തായെന്ന് കേട്ടപ്പോ അവർക്ക് ഭയങ്കര ആനന്ദം, ആഘോഷമാക്കി. ആര്? ജൂതന്മാരും മുനാഫിക്കുകളും. ഇനി നിങ്ങൾ ആലോചിക്കുക, വേണോ വേണ്ടേന്ന്. നിസ്സാര കാര്യമല്ലത്. ജൂതന്മാരും മുനാഫിക്കുകളും ആഘോഷിച്ചതാണെന്ന് മൂമിനീങ്ങൾക്കെല്ലാം സങ്കടമായിരുന്നു. എങ്ങനെ നമുക്ക് ജാഥ നടത്താൻ പറ്റും? എങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റും? എങ്ങനെ ചീരണി വിതരണം ചെയ്യാൻ പറ്റും? എങ്ങനെ അലങ്കാര ബൾബുകൾ കത്തിക്കാൻ പറ്റും?
ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്ലാമിൽ ഒരു മാർഗനിർദ്ദേശമില്ലാത്ത ഈ കാര്യം. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, ഒപ്പം കൂടെയുള്ളവരെ ഈ കാര്യം ബോധ്യപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.